ഹായ് ഫ്രണ്ട്സ്, 90s കാസറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ ഓർമ്മകളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് 1942 എ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിൻ്റെ കാസറ്റിലും സിനിമയിലേക്കുമാണ്. 1994 ജൂലൈയിലാണ് ഈ ചിത്രം റിലീസാകുന്നത്. 1992 റിലീസായ മൈസൂർ മല്ലികൈ എന്ന കന്നഡ സിനിമയിൽ നിന്നും അഡോപ്റ്റ് ചെയ്തിട്ട് ഈ സിനിമ സംവിധാനം ചെയ്തത് ബിദു വിനോദ് ചോപ്രയാണ്. ഈ ചിത്രത്തിൻ്റെ പാട്ടുകൾ HMV ഓഡിയോസ് വഴിയാണ് റിലീസായിട്ടുള്ളത്. പിന്നെ ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് ജാവേദ് അക്തർ സാറാണ്. ജാവേദ് അക്തർ സാറിനെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഹിന്ദിയിലെ ഒരു പ്രമുഖ കവിയും സിനിമാ ഗാന രചയിതാവുമാണ് അദ്ദേഹം. പിന്നെ എടുത്തു പറയേണ്ടത്, ഈ ചിത്രത്തിൻ്റെ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത് ജാവേദ് അക്തർ സാറിൻ്റെ പാട്ടുകൾക്ക് ഈണം പകർന്നത് ദ ഗ്രേറ്റ് രാഹുൽ ദേവ് ബർമൻ എന്ന RD ബർമൻ സാറാണ്. RD ബർമൻ സാറ് അവസാനമായി സംഗീതം പകർന്ന ഹിന്ദി ചിത്രം 1942 എ ലവ് സ്റ്റോറിയാണ്. 1994 ജനുവരി 4 അദ്ദേഹം ഈ സംഗീത ലോകം വിട്ട് യാത്രയായി. അദ്ദേഹം ഈണം പകർന്ന ഈ ഒരു ചിത്രം തിയേറ്ററിൽ നിന്ന് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഈ ചിത്രം പ്രധാനമായും ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശിലാകുമ്പോൾ തന്നെ അതിൻ്റേതായൊരു പ്രകൃതി ഭംഗി അത്രത്തോളം ഈ സിനിമയിലും സിനിമാ ചിത്രത്തിലെ ഗാനങ്ങളിലും കൂടുതലായി വന്നിട്ടുണ്ട്. പിന്നെ RD ബർമൻ സാറിൻ്റെ വൈഫാണ് ഹിന്ദിയിലെ പ്രമുഖ ചലച്ചിത്ര ഗായിക ആശാ ഭോസ്ലെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങൽ ആ സമയത്തൊരു സിനിമാ സംഗീതത്തിൻ്റെ ഒരു വലിയ നഷ്ടം തന്നെയായിരുന്നു. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഗാനങ്ങൾ, ആ സിനിമയിലെ ഗാനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇതിലെ ആദ്യ ഗാനം, ഈ ആദ്യ കാഴ്ചയിൽ തന്നെയുള്ള ഒരു പ്രണയമൊക്കെ ഉണ്ടല്ലോ, അത് ഈ കോളേജ് ജീവിതം ആസ്വദിച്ചവർക്ക് അത് മനസ്സിലാവും. ഈ ഗാനം കേൾക്കുമ്പോഴെങ്കിലും ആരുടെയെങ്കിലും മുഖമോ ഏതെങ്കിലുമൊക്കെ ഓർമ്മകളിലേക്ക് അവർ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഗാനം ഇതാണ്, ഏക് ലഡ്കി കോ ദേഖാ തോ ഐസാ ലഗാ. അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. അടുത്തതായി വരുന്ന ഗാനം പ്യാർ ഹുവാ ചുപ് കേസ് എന്നുള്ള സോങ്ങാണ്. അത് കവിതാ കൃഷ്ണമൂർത്തിയാണ് പാടിയിട്ടുള്ളത്. സ്ക്രീനിൽ മനീഷ കൊയ്രാളയാണ്. അത് വളരെ മനോഹരമായ ഒരു ഗാനമാണ് ഈ ചിത്രത്തിലേത്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഇനി വരുന്നൊരു ഗാനം എന്ന് പറയുന്നത് ലതാ മങ്കേഷ്കർജിയും കുമാർ സനുവും വെവ്വേറെ പാടിയ ഒരു സോങ്ങാണ്. കുച്ച് നാ കഹോ കുച്ച് ബീന കഹോ എന്ന സോങ്ങാണ്. അതും വളരെ നല്ലൊരു ഗാനമാണ്. മറ്റു ഗാനങ്ങൾക്കൊപ്പം തന്നെ ഇതും വളരെയേറെ ഹിറ്റായ ഒരു ഗാനം തന്നെയാണ്. അടുത്തതായി ഇതിനകത്ത് വരുന്ന ഗാനം എന്ന് പറയുന്നത് പൂർണ്ണമായും മഴയുടെ പശ്ചാത്തലത്തിൽ വളരെ മനോഹരമായ ഒരു ഗാനമാണ്. പൂർണ്ണമായും മഴയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഗാനം ചിത്രീകരിച്ചിട്ടുള്ളത്. ശരിക്കും ഈ ചിത്രത്തിലെ അടുത്ത ഗാനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം. അതും കുമാർ സനു തന്നെയാണ് പാടിയിട്ടുള്ളത്. ഇതിൽ ഗാനങ്ങളെല്ലാം കുമാർ സനു ആണ് ഒട്ടുമുക്കാലും പാടി ഹിറ്റാക്കിയിട്ടുള്ളത്. ആ പാട്ട് ഇതാണ്, റൂട്ട് ന ജാനാ തുംസെ കഹോ തോ मैं इन आँखों में जो रहूं तो तुम ये जानो या ना जानो. ഇനി വരുന്നത് ഒരു അവസാന ഗാനമാണ്, ഏസവർ എന്നൊരു ഗാനം. ഏസവർ എന്ന് പറയുന്നൊരു ഗാനം ശിവാജി ചാത്തോപാധ്യായ എന്നൊരു ഗായകനാണ്. പുള്ളിയെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. അദ്ദേഹമാണ് ആ ഗാനം പാടിയിട്ടുള്ളത്. ഇതിൽ സ്ക്രീനിൽ വരുന്നത് ജാക്കി ഷറഫും മനീഷ കൊയ്രാളയുമാണ്. ഈ 1942 ലവ് സ്റ്റോറി എന്ന ഈ ചിത്രം ഒരു വലിയ ഹിറ്റായിരുന്നു എന്ന് എനിക്കറിയില്ല, അതൊരു ഓർമ്മയില്ല എനിക്ക്. പക്ഷെ ഇതിലെ പാട്ടുകളെല്ലാം തന്നെ ആൾ ഇന്ത്യ ഹിറ്റായിരുന്നു. കാസറ്റ് വിൽപ്പനയിൽ അത്യാവശ്യം റെക്കോർഡൊക്കെ ഇട്ട കാലമായിരുന്നു. അത്രത്തോളം നല്ല ഗാനങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു 8 പാട്ടുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാസറ്റാണ്. ഇതിലെല്ലാ ഗാനങ്ങളും വളരെ നല്ല ഗാനങ്ങളാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച്, ഇതിലെ ഗാനങ്ങളെക്കുറിച്ചും ഒരു ഏകദേശം വിവരണം ഞാൻ നൽകി എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയുമായി ഉടൻ തിരിച്ചു വരുന്നതായിരിക്കും.
ബൈ.